ഒരു രാജ്യസ്നേഹി രാജ്യം ഭരിച്ചാൽ രാജ്യത്തിന് അഭിമാനമാകുന്ന മുദ്രകളാൽ സമ്പന്നമാകും ആ രാജ്യം. കൊളോണിയൽ സംസ്കാരത്തിന് അറുതി വരുത്താൻ നരേന്ദ്രമോദി സർക്കാർ എടുത്ത തീരുമാനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമാവുകയാണ് രാഷ്ട്രപതി ഭവനിലെ പരംവീർ ചക്ര ജേതാക്കളുടെ ചിത്രങ്ങൾ. ഭാരതത്തിലെ ഒരു കൊളോണിയൽ അവശേഷിപ്പിനു കൂടി ഇതോടെ മാറ്റം വരുത്തുകയാണ് കേന്ദ്ര സർക്കാർ. രാഷ്ട്രപതി ഭവനിൽ സ്ഥാപിച്ചിരുന്ന ബ്രിട്ടീഷ് സൈനികരുടെ ചിത്രങ്ങളാണ് ഇപ്പോൾ മാറ്റിയത്. പകരമായി ഭാരതത്തിന്റെ അഭിമാനമായ പരംവീർ ചക്ര ജേതാക്കളുടെ ചിത്രങ്ങൾ സ്ഥാപിച്ചു. കൊളോണിയൽ കാലഘട്ടത്തിലെ ചിഹ്നങ്ങളിൽ നിന്ന് മാറുന്നതിന്റെ ഭാഗമായുള്ള പരംവീർ ഗാലറിയുടെ ഉദ്ഘാടനത്തോടെയാണ് ഈ പുതിയ മാറ്റം. രാഷ്ട്രപതി ഭവനിൽ മുൻപ് പ്രദർശിപ്പിച്ചിരുന്ന 96 ബ്രിട്ടീഷ് ADCമാരുടെ ഛായാചിത്രങ്ങൾക്ക് പകരമാണ് 21 പരംവീർ ചക്ര ജേതാക്കളുടെ ഛായാചിത്രങ്ങൾ ഇപ്പോൾ പ്രദർശിപ്പിച്ചിരിക്കുന്നത്. യുദ്ധസമയത്ത് അസാധാരണമായ ധീരത, ധൈര്യം, ആത്മത്യാഗം എന്നിവ പ്രകടിപ്പിച്ചതിന് നൽകുന്ന ഇന്ത്യയിലെ ഏറ്റവും ഉയർന്ന സൈനിക ബഹുമതിയാണ് പരംവീർ ചക്ര. രാഷ്ട്രപതി ദ്രൗപദി മുർമുവാണ് പരംവീർ ഗാലറി ഉദ്ഘാടനം ചെയ്തത്. പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ് ജനറൽ അനിൽ ചൌഹാൻ, പരംവീർ ചക്ര അവാർഡ് ജേതാവ് യോഗേന്ദ്ര സിംഗ് യാദവ്, മറ്റു വിശിഷ്ട വ്യക്തികൾ എന്നിവർ പങ്കെടുത്തു. 2 പരംവീർ ചക്ര ജേതാക്കളുടെയും മറ്റ് ധീരതാ അവാർഡ് ജേതാക്കളുടെയും കുടുംബങ്ങളുടെ സാന്നിധ്യത്തിലാണ് രാഷ്ട്രപതി ഭവനിലെ പരംവീർ ഗാലറിയുടെ സമർപ്പണം നടന്നത്. നമ്മുടെ രാഷ്ട്രത്തിന്റെ സംരക്ഷകർക്കുള്ള ഹൃദയംഗമമായ ആദരാഞ്ജലിയാണ് ഈ മാറ്റം എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കി. തങ്ങളുടെ പരമമായ ത്യാഗങ്ങളാൽ മാതൃരാജ്യത്തെ സംരക്ഷിച്ച, ഇന്ത്യയുടെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വേണ്ടി ജീവൻ നൽകിയ ആ വീരന്മാർക്ക് രാഷ്ട്രം നന്ദി പ്രകടിപ്പിക്കുന്നു. ഈ സംരംഭത്തിന്റെ ഭാഗമായി ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലെ നിരവധി ദ്വീപുകൾക്ക് പരംവീർ ചക്ര ജേതാക്കളുടെ പേരുകൾ സർക്കാർ നേരത്തെ നൽകിയിരുന്നതായും മോദി എക്സിൽ പങ്കുവച്ചൊരു പോസ്റ്റിൽ പറഞ്ഞു. 2014 നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം രാജ്യത്തു നിന്നും പഴയ കൊളോണിയൽ കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന പേരുകളും ചിഹ്നങ്ങളും മാറ്റുന്നതിൽ ഏറെ ശ്രദ്ധ ചെലുത്തുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ വസതി സ്ഥിതി ചെയ്യുന്ന റേസ് കോഴ്സ് റോഡിനെ ലോക് കല്യാൺ മാർഗ് എന്ന് പുനർനാമകരണം ചെയ്തതുൾപ്പെടെ നിരവധി ഉദാഹരണങ്ങളാണ് ഇതിനുള്ളത്. ഇത്തരത്തിൽ മോദി സർക്കാർ പുനർനാമകരണം ചെയ്ത ചില കാര്യങ്ങൾ നോക്കാം. 2015 ദില്ലിയിലെ ഔറംഗസേബ് റോഡ് APJ അബ്ദുൽ കലാം റോഡ് എന്ന് മാറ്റി. ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ ഉൾപ്പെടെ ഇന്ത്യയിൽ ഉടനീളം വിവിധ സ്ഥലങ്ങളിൽ കൊളോണിയൽ പേരുകൾ ഭാരതീയ പൈതൃകവും പാരമ്പര്യവും ഒത്തിണങ്ങുന്ന രീതിയിൽ പുനർനാമകരണം ചെയ്യപ്പെട്ടു. 2018 റോസ് ദ്വീപിനെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നും, നീൽ ദ്വീപ് ഷഹീദ് ദ്വീപ് എന്നും, ഹാവ്ലോക്ക് ദ്വീപിനെ സ്വരാജ് ദ്വീപ് എന്നും പുനർനാമകരണം ചെയ്തു. 2024 കേന്ദ്രഭരണ പ്രദേശമായ പോർട്ട് ബ്ലെയറിന്റെ തലസ്ഥാനം ശ്രീവിജയപുരം എന്നും 21 ദ്വീപുകൾക്ക് പരംവീർ ചക്ര അവാർഡ് ജേതാക്കളുടെ പേരുകളും നൽകി. രാജ്പഥിന്റെ പേര് കർത്തവ്യപാത എന്ന് മാറ്റിയത് മറ്റൊരു സുപ്രധാന നടപടി. കൂടാതെ രാഷ്ട്രപതി ഭവനിലെ മുഗൾ ഗാർഡൻ അമൃത് ഉദ്യാനം എന്ന് മാറ്റപ്പെട്ടു. ഇന്ത്യൻ നാവികസേനയുടെ പതാകയിൽ നിന്ന് സെന്റ് ജോർജ് കുരിശ് നീക്കം ചെയ്തു. പകരം ദേശീയ പതാകയും ഛത്രപതി ശിവാജി മഹാരാജിന് സമർപ്പിച്ചിരിക്കുന്ന നാവികസേനയുടെ നീല സ്വർണ്ണ അഷ്ടഭുജവും ഉൾക്കൊള്ളുന്ന ഒരു ഡിസൈൻ സ്വീകരിച്ചു. മഹാകുംഭമേളയ്ക്ക് മുൻപായി ഉത്തർപ്രദേശിലെ അലഹബാദിനെ പ്രയാഗ്രാജ് എന്ന് പുനർനാമകരണം ചെയ്തത് വലിയ സ്വീകാര്യത നേടിയ നടപടിയായിരുന്നു. ഭാരതത്തിൽ തുടർന്നു വന്നിരുന്ന പ്രതീകാത്മക അടിമത്തത്തിൽ നിന്നുമുള്ള മോചനമായാണ് ഈ സ്വദേശി പുനർനാമകരണം മോദി സർക്കാർ നടത്തിയത്. ന്യൂസ് ഡെസ്ക് കർമ്മ.